ഹലോ ഫ്രണ്ട്സ്, സാന്ത്വനത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ നമ്മുടെ ശ്രീകലയുടെ പരാതിന്മേൽ ആര്യനെ പിടിച്ചുകൊണ്ട് പോകുന്ന വഴി തന്നെയാണ് ആകാശിനെ പിടിക്കുന്നത് കേട്ടോ. ആകാശനാണെങ്കിൽ ഭയങ്കരമായിട്ട് അത്ഭുതം തോന്നുക. അപ്പോൾ ജീപ്പ് കൊണ്ട് മുന്നിൽ നിർത്തുമ്പോൾ അതിനകത്ത് ആര്യനും ഇരിപ്പുണ്ട്. എന്താടാ നിന്നെ എന്തിനാ പോലീസ് പിടിച്ചത് എന്നൊക്കെ ചോദിക്കുമ്പോൾ പോലീസുകാരി ഇങ്ങോട്ട് ഇറങ്ങി വന്നിട്ട് പറയാം, കാര്യങ്ങളൊക്കെ വിശദമായിട്ട് സ്റ്റേഷനിൽ ചെന്നിട്ട് പറയാം, അല്ലെങ്കിൽ വണ്ടിക്കകത്തിരുന്ന് അനിയൻ പറഞ്ഞു തരും, ഇങ്ങോട്ട് കയറടാ. അല്ല എന്താ കാര്യം എന്നറിയാൻ ഞാൻ എന്തിനാ കയറുന്നത്? ആര്യം പറയണം, ഏട്ടാ വണ്ടിയിലേക്ക് കയറൊന്നുമല്ല, ഏട്ടത്തീരെ അച്ഛനുണ്ടല്ലോ ആ ഉദയഭാനു, അയാൾ കൊണ്ട് കള്ളക്കേസ് കൊടുത്തു. കള്ളക്കേസോ? അതിന് നമ്മളൊരു തെറ്റും ചെയ്തില്ലല്ലോ. തെറ്റ് ചെയ്തോ ഇല്ലേ, കേരള അങ്ങോട്ട് എന്നും പറഞ്ഞുകൊണ്ട് പോലീസ് പിടിച്ച് തള്ളി അകത്തേക്ക് കയറ്റുക കേട്ടോ. അങ്ങനെ അവരെയും കൂടെ ഇങ്ങോട്ട് കൊണ്ടുവരുവാണ്. ഇതിനിടയ്ക്ക് സ്റ്റേഷനിൽ CIയുടെ അടുത്തേക്ക് ആനന്ദ് വരുവാണ്. എന്നിട്ട് പറയാനുണ്ട്, ഇത് വല്ലാത്ത ചതിയായിപ്പോയി മാഡം, എന്നെ എന്ത് വേണമെങ്കിലും നിങ്ങൾ ചെയ്തോ, പക്ഷേ എൻ്റെ വീട്ടുകാരെയൊന്നും ഇതിനൊക്കെ വലിച്ചഴിക്കില്ലേ, അവരെ വിട്ടേക്ക്. ഓഹോ, അപ്പോൾ തെറ്റ് ചെയ്തൊന്നും താൻ സമ്മതിച്ചു അല്ലേ? ഞാനൊരു തെറ്റും ചെയ്തിട്ടില്ല, പിന്നെ തന്നെ ശിക്ഷിച്ചോളാൻ പറയണതോ? അതിൻ്റെ അർത്ഥം തെറ്റ് ചെയ്തു എന്നല്ലല്ലോ, എൻ്റെ വീട്ടുകാരെ രക്ഷിക്കാൻ വേണ്ടിയിട്ടാ. മതി, കൂടുതൽ വളച്ചൊടിക്കണ്ട, നിനക്കെന്താ പറയാനുള്ള കാര്യം പറ. എൻ്റെ അച്ഛനും അമ്മയും അനിയത്തി അനുസരിയൊക്കെ പോലീസ് ഇങ്ങോട്ട് പിടിച്ചുകൊണ്ട് വന്നിരിക്കുക, അവരൊക്കെ എന്തിനാണ് ഇതിൽ വലിച്ചഴിക്കുന്നത്? ദേവിയെ ഉപദ്രവിച്ച് താൻ ഒറ്റയ്ക്കെന്നാണോ പറയുന്നത്? മാഡം, ഞങ്ങൾ ആരും അവരങ്ങനെ ചെയ്തിട്ടില്ല, പക്ഷെ പരാതിയിലുണ്ടല്ലോ, അത് കള്ളപ്പരാതിയാണ്. ഒരു വീട്ടിൽ എല്ലാവരും കൂടെ ചേർന്ന് ഒരു പെൺകുട്ടിയെ പീഡിപ്പിച്ചു എന്നാണ് പരാതി. ശിക്ഷ വരുമ്പോൾ എല്ലാവരും കൂടെ ചേർന്ന് അനുഭവിക്കല്ലേ വേണ്ടത്, അതിലെന്താ ഇത്ര പുതുമ? മാഡം പറയുന്നതൊന്ന് കേൾക്കണം പ്ലീസ്. അന്ന് എല്ലാവരും കൂടെ കൂട്ടം കൂടി അവളെ ഉപദ്രവിച്ചപ്പോൾ ഒരിക്കലും ഇങ്ങനെ വന്ന് മറുപടി പറയേണ്ടി വരുമെന്ന് നിങ്ങളാരും വിചാരിച്ചില്ല അല്ലേ? ഞങ്ങൾ അങ്ങനെ ചെയ്തിട്ടില്ലെന്ന് എത്ര പ്രാവശ്യം പറഞ്ഞു മാഡം. എടോ തന്നെ പോരെ, ഞങ്ങൾ ഒരുപാട് പേരെ കണ്ടു. വീട്ടിനകത്ത് ഭാര്യ എന്തൊക്കെ ചെയ്യാമോ അതെല്ലാം ചെയ്തു. അവൾ പരാതി കൊടുക്കുമ്പോൾ ആദ്യം പറയും അവൾ കള്ളം പറയുകയാണെന്ന്, പിന്നെ പറയും എൻ്റെ അച്ഛനും അമ്മയും പാവങ്ങളാണെന്ന്. അവസാനം കേസ് കൈവിട്ട് പോകുമ്പോൾ കാല് പിടിക്കാൻ വരും. ഇതാണ് ഗാർഹിക പീഡന കേസിൽ വരുന്ന സ്ഥിരം നമ്പറായത്. ഞങ്ങളിത് കുറേ കാണുന്നത് തന്നെയാണ്. ഇത് തന്നെയാണ് താനും പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. മാഡം, എന്തടിസ്ഥാനത്തിലാണ് ഇങ്ങനെയൊക്കെ പറയുന്നത്? ഞങ്ങളുടെ മുന്നിലുള്ള പരാതിയാണ് അതിനുള്ള അടിസ്ഥാനം. ഒരു പരാതി കിട്ടിയാൽ മാത്രം മതിയോ? അതിലുള്ള കാര്യങ്ങൾ സത്യമാണോ നിങ്ങൾ അന്വേഷിക്കേണ്ടത്? ആരോടൊന്നും ചോദിക്കാതെ എൻ്റെ കുടുംബത്തെ മുഴുവനും ഇങ്ങോട്ട് വലിച്ചെടുക്കൊണ്ട് വന്നു. എടോ, താൻ എന്നെ നിയമം പഠിപ്പിക്കാൻ വേണ്ടിയിട്ട് വന്നതാണോ? അല്ല മാഡം, ഞങ്ങൾക്ക് പറയാനുള്ളത് കൂടി കേൾക്കണം, അത്രയേ ഉള്ളൂ. കേൾക്കും, അതിനുള്ള സമയത്തിന് കേൾക്കും. അപ്പോൾ അതുവരെ എൻ്റെ അച്ഛനും അമ്മയും സഹോദരിയൊക്കെ എന്ത് തെറ്റ് ചെയ്തെന്ന് അറിയാതെ ഇവിടെ ഇരിക്കണോ അല്ലേ? എടോ, ദേവി എന്ത് തെറ്റ് ചെയ്തു എന്നറിയാതെ തൻ്റെ വീട്ടിൽ ഒരുപാട് വിഷമങ്ങൾ അനുഭവിച്ചിട്ടുണ്ടാവും. തൻ്റെ കാര്യം മാത്രമാണ് താനിപ്പോൾ പറയുന്നത്. ഇതിലും വലിയ ബുദ്ധിമുട്ട് തൻ്റെ ഭാര്യ തൻ്റെ വീട്ടിൽ അനുഭവിച്ചിട്ടുണ്ടാവും. അല്ലെങ്കിൽ ആ കുട്ടി ഇങ്ങനെ ഒരു പരാതി തരുമോ? ആ കൊച്ചിനെക്കുറിച്ച് ഒരു കാര്യവും താൻ പറയുന്നല്ലോ. അയ്യോ, ഇതൊക്കെ കള്ള പരാതിയാണ്, അവൾ അങ്ങനെയൊന്ന് ഉപദ്രവിച്ചിട്ടില്ല. അത് താനങ്ങ് തീരുമാനിച്ചാൽ മതിയോ? അവളുടെയും അവളുടെ കുടുംബക്കാരുടെയൊക്കെ സ്വഭാവം എനിക്കറിയാം. ഇതൊക്കെ തന്നെയാണ് കാര്യം. ഭാര്യ ആയതുകൊണ്ട് അവളുടെ കുടുംബക്കാർ പറയുന്നതെല്ലാം കള്ളം, നിങ്ങൾ പറയുന്നതല്ല ശരി. അല്ലെങ്കിലും എല്ലാവരും കുറേ ആണുങ്ങൾ ഇങ്ങനെ തന്നെയാണ്. കല്യാണം കഴിഞ്ഞാൽ ഭാര്യയുടെ എല്ലാ കാര്യങ്ങളും എൻ്റെതാണ്, ഞാനാണ് വലുത് എന്നൊക്കെ ചിന്തിക്കുന്ന കുറേമാരുണ്ട്. അതിലൊട്ടും തന്നെ താനെന്ന് എനിക്ക് മനസ്സിലാവാണ്. ഇല്ല, ഞാൻ അങ്ങനെ ഒരാളല്ല. ഞാൻ പറയുന്നത്, എനിക്കിപ്പോൾ എൻ്റെ കുടുംബത്തിന് വേണ്ടി എല്ലാ തെറ്റും ഞാൻ ചെയ്തില്ലെങ്കിൽ പോലും ഏറ്റെടുക്കാം. പക്ഷേ എൻ്റെ അമ്മയും അച്ഛനെയും അനുശ്രയും അനിയത്തിമാരെയും എല്ലാവരെയും പറഞ്ഞു വിട്ടേക്കണം. എടോ, താൻ എൻ്റെ കുടുംബത്തിന് വേണ്ടി വലിയ ത്യാഗമൊന്നും ചെയ്യണ്ട. തെറ്റ് ചെയ്തത് ആരായാലും ശിക്ഷ അനുഭവിക്കും. തെറ്റ് ചെയ്തിട്ടില്ലെങ്കിൽ അത് അന്വേഷണത്തിൽ തെളിയുകയും ചെയ്യും. തൻ്റെ സൗകര്യത്തിന് എല്ലാം ഏറ്റെടുത്തെന്ന് പറഞ്ഞാൽ മറ്റുള്ളവരെ വിട്ടയക്കാൻ വേണ്ടി ഇത് കുടുംബയോഗമൊന്നും അല്ല, ഇത് പോലീസ് സ്റ്റേഷനാണ്. മനസ്സിലായാലോ? പൊക്കം മര്യാദയ്ക്ക് പോവാനാ പറഞ്ഞത്. പിന്നെ തൻ്റെ 2 സഹോദരന്മാരുടെ ഉണ്ടല്ലോ, ആര്യനും ആകാശും, അവരും കൂടെ വരട്ടെ. പരാതിക്കാരും എല്ലാവരും വരട്ടെ. എല്ലാവരുടെ മുന്നിൽ വെച്ച് ഞങ്ങൾ ചോദിക്കും, ആരാണ് കള്ളം പറയുന്നത്, ആരാണ് സത്യം പറയുന്നത് ഞങ്ങൾ ചോദിക്കും. അതുവരെ നിങ്ങളിവിടെ ഒച്ച ഉണ്ടാക്കി പോലെ കേട്ടില്ലേ പറഞ്ഞത്? പുറത്തിറങ്ങിപ്പോക്കോ. അങ്ങനെ ആനന്ദ് പുറത്തേക്ക് ഇറങ്ങി വരും കേട്ടോ. അവസാനം നമ്മുടെ ആനന്ദ് ഒന്നും കൂടെ പറയാണ് കേട്ടോ, ഈ കേസ് തെളിയുന്നത് വരെ നിരപരാധികളായ എൻ്റെ കുടുംബം അനുഭവിക്കുന്നത് കണ്ടു നിൽക്കാൻ എനിക്ക് പറ്റുന്നില്ല. എൻ്റെ നിസ്സഹായാവസ്ഥ മാഡം ഒന്ന് മനസ്സിലാക്കണം എന്ന് ഒന്നും കൂടെ പറഞ്ഞ് കരഞ്ഞുകൊണ്ട് ആനന്ദ് സിയുടെ റൂമിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങി പോവാട്ടോ. അപ്പം കുറച്ച് സമയം കഴിയുമ്പോൾ തന്നെ ആകാശിനെയും കൂട്ടി നേരെ ഇങ്ങോട്ട് അവരും പോലീസ് സ്റ്റേഷനിലേക്ക് വന്നിട്ടുണ്ട്. രാവിലെ തന്നെ ശ്രീകലയും ഉദയഭാനും കൂടെ സ്റ്റേഷനിലേക്ക് പോകാനായിട്ട് ഇറങ്ങാണ് കേട്ടോ. അന്നേരം ദേവി വന്ന് ചോദിക്കാണ്ട് എങ്ങോട്ടാണ് പോകുന്നതെന്ന്. അത് ഞങ്ങൾ ഒരാളെ കാണാൻ വേണ്ടി പോവാം. ഇന്നലെയും നിങ്ങൾ തന്നെയല്ലേ പറഞ്ഞത് ഒരാളെ കാണാൻ വേണ്ടി പോകുന്നത്? എന്തെങ്കിലും സത്യാവസ്ഥ ഉണ്ടെങ്കിൽ തുറന്ന് പറഞ്ഞോ. മോളെ, അതല്ലാതെ നിൻ്റെ ജീവിതം ഞങ്ങൾക്ക് എങ്ങനെയെങ്കിലും ശരിയാക്കി എടുക്കണ്ടേ, അതിന് വേണ്ടിയിട്ടാണ്. അതിന് നിങ്ങൾ എന്ത് പണി ഒപ്പിക്കാനാണ് പോകുന്നതെന്നാണ് ഞാൻ ചോദിച്ചത്. അല്ല മോളെ, അത് വേറൊന്നുമല്ല, ഞാൻ ഇനി ഒരു സത്യം പറയാം എന്ന് ഉദയഭാന് പറഞ്ഞിട്ട് പറയാം. ഞങ്ങളൊരു വക്കീലിനെ കാണാൻ പോവാം. വക്കീലിനോ? എന്തിനാ, കേസ് കൊടുക്കാനും മറ്റോ ആണോ? അയ്യോ അല്ല മോളെ, കാര്യങ്ങളൊക്കെ പറഞ്ഞൊന്ന് ശരിയാക്കിയൊക്കെ എടുക്കണ്ടേ, അതിന് വേണ്ടിയിട്ടാണ്. ഞാൻ നിങ്ങളോടൊരു കാര്യം പറഞ്ഞേക്കാം. ദേവമംഗലത്തുകാർക്കെതിരെ എന്തെങ്കിലും കേസോ വേറെ പ്രശ്നങ്ങൾ ഉണ്ടാക്കാനോ നടപടിയെടുക്കാനോ നിങ്ങൾ മുന്നിട്ട് ഇറങ്ങിയാലുണ്ടല്ലോ, ഒരിക്കലും അങ്ങനെ ചെയ്തേക്കരുത്. അയ്യോ ഇല്ല മോളെ, ഞങ്ങൾ അങ്ങനെ ഒരിക്കലും ചെയ്യില്ല. മോൾ അങ്ങനെ പേടിക്കണ്ട. ദേവമംഗലത്തുകാർക്കെതിരെ ഞങ്ങൾ എന്തെങ്കിലും ചെയ്യുമോ? മോളുടെ ജീവിതമല്ലേ ഞങ്ങൾക്ക് വലുത്. അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെയൊക്കെ പറയുന്നത്. ഞങ്ങളിത് കാര്യങ്ങളൊക്കെ സംസാരിക്കാൻ വേണ്ടിയിട്ടാണ് പോകുന്നത്. നീ പേടിക്കണ്ട. അയ്യോ, അല്ലെങ്കിൽ
തന്നെ ഞങ്ങൾ അങ്ങനെ ചെയ്യുമോ? ഒരിക്കലും ഞാൻ ചെയ്യൂല. മോളുടെ ഭാവി ഓർത്ത് ഞങ്ങളങ്ങനെ ചെയ്യത്തേയില്ല. അപ്പോൾ ശ്രീകല വന്ന് പറയുന്നുണ്ട്, നീ ഒന്നും ഓർത്ത് വിഷമിക്കുകയൊന്നും വേണ്ട, ഞങ്ങൾ പെട്ടെന്ന് തന്നെ വരാമെന്ന് പറഞ്ഞ് ദേവിയെ സമാധാനിപ്പിച്ച് ഇവരങ്ങോട്ട് ഇറങ്ങാട്ടോ. ദേവിക്ക് എന്നാലും ചെറിയ സംശയമൊക്കെ ഉണ്ട്, ഇവർ വല്ല കേസിനോ കൂട്ടത്തിനോ പോകുമെന്നുള്ളത്. അത് കഴിഞ്ഞ് നമ്മുടെ സ്റ്റേഷനിലേക്ക് എത്തിയ നമ്മുടെ ആകാശം ആര്യനും കൂടെ ബഹളം വയ്ക്കുകയാണ്. എന്തിനാണ് നിങ്ങളെങ്ങനെ പിടിച്ചുകൊണ്ട് വരുന്നത്, കാര്യം പറയുന്നത്. ഇത് കണ്ടുകൊണ്ട് ആനന്ദ് വീണ്ടും ടെൻഷനാവും കേട്ടോ. ആനന്ദ് ചോദിക്കുന്നുണ്ട്, ഇവരെയും കൂടെ നിങ്ങൾ എന്തിനാണ് ഇങ്ങോട്ട് പിടിച്ചുകൊണ്ട് വന്നിരിക്കുന്നത്, ഇവരെന്ത് തെറ്റ് ചെയ്തിട്ടാ? അത് ഇവർക്കും പരാതി തന്നിട്ടുണ്ടോ? എടാ, അതിനൊന്നും നീ ഞങ്ങളോട് ചോദിക്കേണ്ട കാര്യമൊന്നുമില്ല, നീ അന്വേഷിക്കണ്ട. ഒരു തെറ്റും ചെയ്യാത്തവരൊക്കെ പിടിച്ചുകൊണ്ട് വന്നിരിക്കണേ എന്തിനാ? അപ്പോഴാണ് അശ്വതി മാഡം പറയാട്ടോ, എടോ നിങ്ങളുടെയൊക്കെ വീട്ടുകാരുടെ എല്ലാവരുടെ പേരും പരാതിയിലുണ്ട്. എത്ര തവണ പറയണം? അതുകൊണ്ടാണ് എല്ലാവരും പിടിച്ചുകൊണ്ട് വന്നതെന്ന്. നിങ്ങളെല്ലാവരും കൂടെ ചേർന്നാണ് ദേവിയെ പീഡിപ്പിച്ചത്, മനസ്സിലായോ? അതുകൊണ്ടാണ് എല്ലാത്തിനെയും പിടിച്ച് ഇങ്ങോട്ട് കൊണ്ടുവന്നതും ചോദ്യം ചെയ്യാൻ കൊണ്ടുവന്നതും. പക്ഷേ അവൾ ആ പരാതിയിൽ തന്നിരിക്കുന്ന ഒന്നും സത്യമല്ല മാഡം എന്ന് വീണ്ടും ആനന്ദ് പറയാട്ടോ. നിങ്ങളിതൊക്കെ മനസ്സിലാക്കാതെ എന്തിനാണ് ഇങ്ങനെയൊക്കെ ചെയ്ത് കൂട്ടുന്നത്? ശബ്ദം താഴ്ത്തിക്കോ. എൻ്റെ അനിയമായ ഒരു വാക്കുകൊണ്ട് പോലും അവളെ വേദനിപ്പിച്ചിട്ടില്ല, പിന്നെ എന്തിനാണ്? അപ്പോഴാണ് ആകാശം ഓടി വന്നത്. എന്താ ഏട്ടാ പരാതി? ആർക്കെതിരെ പരാതി? ഏട്ടത്തിൽ നമുക്കെതിരെ പരാതി കൊടുത്തുന്നോ? അതൊക്കെ ആ ഉദയമാനിൻ്റെ പരിപാടിയാണ്, അല്ലാതെ വേറൊന്നുമല്ലെന്ന് ആര്യൻ. അപ്പോഴാണ് ബാലം ഓടി വന്നിട്ട് പറഞ്ഞതേ, മിണ്ടാതിരിക്കുക, നിങ്ങളൊക്കെ ഇവിടെ കിടന്നുകൊണ്ട് ഇങ്ങനെ ചാടിയിട്ടോ ദേഷ്യപ്പെട്ടിട്ടോ യാതൊരു കാര്യമില്ല. ഇത് സ്റ്റേഷനാണ്, കാര്യങ്ങൾ കൂടുതൽ വഷളാവേയുള്ളൂ. പിന്നെ ആകാശേ, കാര്യങ്ങൾ കൂടുതൽ നിങ്ങൾ വഷളാക്കരുത്. നിങ്ങളിവിടെ മിണ്ടാതെ നിന്നോളണം. പിന്നെ ഇവരെല്ലാവരും കൂടി ചേർന്ന് എന്താ ഉദ്ദേശിക്കണമെന്ന് നമുക്കറിയില്ലല്ലോ, അതാദ്യം നമ്മൾ മനസ്സിലാക്കട്ടെ, അതിനുശേഷം മതി നമുക്ക് പ്രതികരിക്കേണ്ടത്, മനസ്സിലായോ? അങ്ങനെ മക്കളെയൊക്കെ ഒരുവിധം അടക്കി നിർത്താൻ കേട്ടോ. അപ്പോഴാണ് മിത്ര അവിടെ നിൽക്കുന്നത് ശ്രദ്ധിക്കുന്നത്. നമ്മുടെ ആര്യൻ ഓടി വന്നിട്ട് ആര്യൻ ചോദിക്കുന്നുണ്ട്, മിത്രേ നിന്നെ എന്തിനാണ് ഇവർ കൂട്ടിക്കൊണ്ടുവന്നത്? ഏട്ടത്തി അപമാനിച്ചു എന്ന് പറഞ്ഞ കൂട്ടത്തിൽ നിൻ്റെ പേരും ഉണ്ടോ കേസിൽ? എൻ്റെ പേരും ഏട്ടത്തി കൊടുത്തിട്ടുണ്ടാവും ആര്യ. സ്വന്തം ചേച്ചിയെ പോലും ഞാൻ കണ്ടതല്ലേ ദേവിയെടുത്തെ. എന്നിട്ടോ ആനന്ദേട്ടൻ പറയുന്നത് ശരി തന്നെയാണ്, മനുഷ്യരെ ഒന്നും വിശ്വസിക്കരുത്. സാരില്ലടി, പോട്ടെ. അങ്ങനെ പരസ്പരം എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും പറഞ്ഞ് സമാധാനിക്കട്ടോ. അന്നേരം നമ്മുടെ ഗോമതി പറയാണ്, അവരിങ്ങോട്ട് വരട്ടെ, എനിക്ക് ചോദിക്കാനുണ്ട്. അവളെ ഇല്ലാത്ത കള്ളങ്ങളെല്ലാം പറഞ്ഞുണ്ടാക്കിയിട്ട് ഞങ്ങളുടെ കുടുംബത്തെ അവളെ മോളെ കൊണ്ടാക്കി പോരാ. എൻ്റെ മോനെ കല്യാണം കഴിപ്പിച്ചതും പോരാ, അവൾ ഒരുത്തി കാരണം എന്തെല്ലാം എൻ്റെ വീട്ടിൽ സംഭവിച്ചു. എൻ്റെ അനിയൻ പോലും അവൾ കാരണമല്ലേ ഇപ്പോൾ വീട്ടിൽ നിന്ന് പുറത്തായത്. നമ്മുടെ വീടിൻ്റെ സമാധാനം മുഴുവനും പോയി. എന്നിട്ടോ ഞങ്ങളുടെ പേരിൽ കൊണ്ട് കള്ളക്കേസ് കൊടുത്തിരിക്കുന്നു. നമ്മളല്ലേ ബാലേട്ടാ കേസ് കൊടുക്കേണ്ടത് അല്ലേ? പക്ഷേ എന്നിട്ട് പോലും എനിക്ക് ദേവിയുടെ ദേഷ്യമൊന്നും തോന്നിയിട്ടില്ലായിരുന്നു. ഇത്രയൊക്കെ സംഭവിച്ചെങ്കിലും 2-3 ആഴ്ച അവളെ വീട്ടിൽ നിന്നോട്ടെ, എന്നിട്ട് അവൾ തെറ്റൊക്കെ തിരുത്തി മനസ്സിലാക്കി അവളെ തിരിച്ച് വീട്ടിൽ വിളിച്ചുകൊണ്ട് വരണം എന്നായിരുന്നു ഞാൻ ആഗ്രഹിച്ചത്. ഇതിനിടയ്ക്ക് എന്തൊക്കെ പരിപാടികളാണ് ഇവൾ ചെയ്ത് വച്ചിരിക്കുന്നത് അല്ലേ? കേസ് കൊടുക്കേണ്ടത് അവർക്കെതിരെ അല്ലേ ബാലേട്ടാ? എന്നിട്ട് നമ്മൾ ചെയ്യേണ്ടതിന് അവർ കൊണ്ട് കേസ് കൊടുത്തിരിക്കുന്നു. അപ്പം ദേ മിസ്സ് വന്ന് പറയാം, ഈ അശ്വതി വന്ന് പറയാട്ടോ, അതെ നിങ്ങളെ വീടൊന്നുമല്ല ഇത്. പരസ്പരം മറ്റുള്ളവരെ കുറ്റം പറഞ്ഞും സങ്കടം പറഞ്ഞും പഴി പറഞ്ഞും സമാധാനപ്പെട്ട് മര്യാദയ്ക്ക് നിന്നോ, എല്ലാം കൂടെ ഒറ്റക്കെട്ടായിട്ട് അങ്ങ് നിന്നോക്കണം എന്നൊക്കെ പറഞ്ഞ് വഴക്ക് വരുമ്പോൾ മിത്ര ചോദിക്കുന്നുണ്ട്, മാഡം എന്താ ഈ പറയുന്നത്? അങ്ങനെ അപ്പച്ചി ഒരു പറയുന്നത് വിഷമം കൊണ്ടല്ലേ, നിന്നോട് ആരെങ്കിലും ചോദിച്ചോടി എന്ന് ചോദിക്കുക. ഇവിടെ ആരും കൂടുതൽ പ്രസംഗിക്കണ്ട കേട്ടല്ലോ, അവിടെ ഞാൻ പറയുന്നത് പോലെ അനുസരിച്ച് അവിടെ നിന്നോളണം എന്നും പറഞ്ഞിട്ടോ അവരങ്ങോട്ട് ദേഷ്യം പിടിച്ച് ചോദിക്കട്ടെ. അപ്പോൾ ആനന്ദിന് സങ്കടമായിട്ടോ. ആനന്ദ് പറയുന്നുണ്ട്, അയ്യോ ഞാൻ കാരണമല്ലേ നിങ്ങളെല്ലാവരും കൂടി ഇതിലിട്ട് വലിച്ചഴിച്ചത്. ഈശ്വര, നിങ്ങളെല്ലാം ഇവിടെ വന്ന് ഇങ്ങനെ നിൽക്കേണ്ടത് ഞാൻ കാരണമായി പോയല്ലോ ഭഗവാനെന്ന് പറഞ്ഞുകൊണ്ട് ആനന്ദ് പൊട്ടിക്കരയാട്ടോ. പിന്നെ ബാലൻ ഓടി ചെന്നിട്ട് പറയാം, മോനെ നീ സമാധാനപ്പെടും, നീയല്ലേ ഇതിനെല്ലാം കാരണക്കാരൻ, നീ അടക്കം എല്ലാവരും ഇവിടെ വന്ന് നിൽക്കേണ്ടത് കാരണക്കാരൻ ഞാനല്ലേ? അല്ലെങ്കിൽ നിനക്കൊരു പ്രശ്നം വന്നാൽ കുടുംബത്തിൽ എല്ലാവരും അതിൽ നിൽക്കേണ്ടത് തന്നെയാണ്. നിന്നെ ഞങ്ങളങ്ങനെ ഒറ്റയ്ക്ക് വിട്ടു കൊടുക്കത്തൊന്നുമില്ല, നീ വിഷമിക്കണ്ട, ഞങ്ങളെല്ലാവരും നിൻ്റെ കൂടെ ഉണ്ട്. അപ്പോൾ ആകാശം പറഞ്ഞിട്ടുണ്ട്, കേട്ടല്ലോ ഏട്ടാ സമാധാനപ്പെട്, നമ്മളെല്ലാവരും ഏട്ടനോട് ഉണ്ട്. ഇത് എങ്ങനെ വരും നോക്കാം. ആ പോലീസുകാരുണ്ടല്ലോ അവർക്ക് എന്തോ ഒരു ലക്ഷ്യമുണ്ട്, അതുകൊണ്ട് അവരിങ്ങനെ പറഞ്ഞ് നിൽക്കുന്നത്. അത് കഴിഞ്ഞു ആകാശനങ്ങ് ദേഷ്യം മൂത്തിട്ട് വയ്യാട്ടോ. കുറച്ച് കഴിഞ്ഞ് വീണ്ടും പോലീസുകാർ വന്ന് കുറേ വഴക്ക് പറയുന്നുണ്ട് എല്ലാവരും. അപ്പോഴാണ് നമ്മുടെ മിത്ര പറയുന്നുണ്ട്, അങ്ങനെ പരാതി കിട്ടിയെന്നും പറഞ്ഞുകൊണ്ട് ഓരോ കാര്യങ്ങൾ പ്ലാൻ ചെയ്യുന്നത് ഒന്നുമല്ല. ഒരു കുടുംബം ഒരുമിച്ച് നിൽക്കുന്നതിന് നിയമത്തിന് വിലക്കൊന്നും ഇല്ലല്ലോ അല്ലേ? പരാതി കിട്ടിയതുകൊണ്ട് മാത്രം ഞങ്ങൾ കൂട്ടുകാരാണെന്ന് തീരുമാനിക്കാൻ പറ്റത്തുമില്ല. ഞങ്ങളുടെ ഭാഗം പറയേണ്ട അവകാശം നമുക്കും ഉണ്ട്, അത് കേൾക്കേണ്ട ബാധ്യത നിങ്ങൾക്കും ഉണ്ട്. നിങ്ങളുടെ ഭാഗം കേൾക്കേണ്ട സമയത്തൊക്കെ ഞങ്ങൾ കേട്ടോളാം. ഇപ്പം എല്ലാണോ മിണ്ടാതെ നിന്നോ, സംസാരിച്ച് പോകല്ലോ ഒറ്റരണം എന്നും പറഞ്ഞുകൊണ്ട് അവർ കസേര കയറി അങ്ങ് ഇപ്പോൾ തുടങ്ങി. ഇവരാകെ ധർമ്മസങ്കടത്തിലായിട്ടോ. അപ്പം നമ്മുടെ ഈ ഗോമതി സ്റ്റോർ നിന്നും ബാലനിങ്ങി വന്നല്ലോ. പിന്നെ ഇപ്പം ഇന്ദിരാ സ്റ്റോർ ഉണ്ടല്ലോ തൊട്ടടുത്ത്, അവിടെയാണെങ്കിൽ കച്ചവടം എങ്ങനെയെങ്കിലും പൊടി പിടിപ്പിക്കണമല്ലോ. ഇനിയിപ്പോൾ ആഘോഷങ്ങളും ഓണം ഒക്കെ വരുമല്ലേ, അതുകൊണ്ട് തന്നെ സുകന്യ എന്താ ചെയ്യണമെന്ന് വെച്ചാൽ കൂപ്പണൊക്കെ ഇറക്കുകയാണ് കേട്ടോ. കാരണം കൂടുതൽ രൂപയ്ക്ക് പർച്ചേസ് ചെയ്താൽ കൂപ്പൺ തരും, അതിൽ സമ്മാനങ്ങളുണ്ട്, നറുക്കെടുപ്പുണ്ടെന്നെല്ലാം പറഞ്ഞ് വരുന്നവരെല്ലാവരും വിശ്വസിപ്പിക്കുകയാണ് ഓരോരുത്തരും. അപ്പോൾ കച്ചവടം കൂടുമല്ലോ. ഇതൊക്കെ കണ്ടുകൊണ്ട് ധർമ്മൻ അവിടെ നിൽക്കാൻ കേട്ടോ. ധർമ്മം വന്ന് ചോദിക്കുന്നുണ്ട്, സുകന്യ നീ എന്തൊക്കെ പരിപാടിയാണ് ഇവിടെ കാണിച്ചു കൂട്ടുന്നത്?
നീ അപ്പുറത്തെ ഗോമതി സ്റ്റോറിനെ പൂട്ടിക്കാൻ വേണ്ടി എന്തെങ്കിലും പരിപാടിയാണോടി നീ ഈ ചെയ്യുന്നത്? നമ്മളെപ്പോലെ ജീവിക്കാൻ വേണ്ടി തന്നെ അവരും കട തുടങ്ങി വെച്ചിരിക്കുന്നത്, നമ്മൾ മാത്രമല്ല പലരും, മനസ്സിലായല്ലോ. പിന്നെ അനാവശ്യമായിട്ട് സമ്മാനങ്ങളും അതും ഇതും കൊടുത്ത് കസ്റ്റമറെ പിടിക്കുന്നത് അത്ര നല്ല കാര്യമൊന്നും അല്ല. അപ്പോൾ സുഗന്യ ദേഷ്യത്തോട് എണീറ്റ് വന്നിട്ട് ചോദിക്കണം, എൻ്റെ ധർമ്മേട്ടാ, നാടോടുമ്പോൾ നടുവേ ഓടണമെന്നാണ്, മനസ്സിലായോ? ഇത് പരസ്യത്തിൻ്റെ കാലമാണ്. പച്ച വെള്ളം പോലും പരസ്യം കണ്ടിട്ടാ ജനങ്ങൾ വാങ്ങുന്നത്. സമ്മാനങ്ങൾ, ഡിസ്കൗണ്ട് എന്നൊക്കെ പറയുന്ന മലയാളികളുടെ ഒരു വീക്ക്നെസ്സാണ്. ഈ പദ്ധതി തുടങ്ങിയാലേ ഈ കൊടുക്കുന്ന സാധനത്തിൻ്റെ ഗുണവും തൂക്കവും ഒന്നും ആളുകൾ നോക്കില്ല. പിന്നെ പരസ്യത്തിന് ചിലവാകുന്നത് കൂടി നമ്മൾ പിടിക്കുന്നത് കസ്റ്റമേഴ്സിൻ്റെ ആവും. അതുകൊണ്ട് നമുക്ക് നഷ്ടമൊന്നും വരില്ല. അപ്പോൾ ധർമ്മം പറയുന്നുണ്ട്, ദേ ഇത് എൻ്റെ അമ്മയുടെ പേരിലുള്ള കടയാണ്, ഇവിടെ ഇതുപോലുള്ള പേരും പറഞ്ഞ് കള്ളക്കച്ചവടം നടത്താൻ ഞാൻ സമ്മതിക്കത്തില്ലടി എന്നും പറഞ്ഞുകൊണ്ട് നമ്മൾ ആ ധർമ്മം പറയാട്ടോ, നിൻ്റെ ഉദ്ദേശമൊക്കെ എനിക്കറിയാം, ഗോമതി സ്റ്റോർ നിനക്ക് പൂട്ടിക്കണം, അതാണല്ലേ? ഞാനിവിടെ ഉള്ളിടത്തോളം കാലം ഒരിക്കലും അത് നടക്കാൻ പോകുന്നില്ലടി എന്ന് പറയാട്ടോ. അപ്പം അപ്പോഴത്തേക്ക് അവിടെ ഒരു കസ്റ്റമർ വരുവാട്ടോ. അയാൾ ഓടി വന്ന് ഇത് കേട്ടും കൊണ്ട് പറയാനുണ്ട്, ഗോമതി സ്റ്റോർ മിക്കവാറും പൂട്ടിപ്പോവും. ധർമ്മം ടെൻഷനായി. സുഗന്യയുടെ മുഖത്താണെങ്കിൽ ഭയങ്കര സന്തോഷം. എന്താ പറയുന്നത്? ഗോമതി സ്റ്റോർ പൂട്ടിപ്പോകുന്നു. അപ്പോൾ കാര്യങ്ങളൊന്നും അറിഞ്ഞില്ലേ? നിങ്ങളുടെ അനിയനും അളിയനും മറ്റുള്ള പിള്ളേരും എല്ലാം കൂടെ സ്റ്റേഷനകത്താണ്, അകത്തായി, അത് അറിഞ്ഞില്ലല്ലേ? അത് കേട്ട് നമ്മുടെ ധർമ്മനാകെ ടെൻഷൻ അടിച്ച് പേടിച്ച് പോയി കേട്ടോ. ഇതാണ് ഇന്നത്തെ എപ്പിസോഡ്. ഡീറ്റെയിൽഡ് എപ്പിസോഡ് വീണ്ടും വരാം. ചാനൽ ഇഷ്ടമായി ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്